മുഹമ്മദ് റസൂലാണെന്ന് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം. അല്ലാതെ ആദം മുസ്ലിം ആണെന്നോ എബ്രഹാം മുസ്ലിം ആണെന്നോ അല്ലെങ്കിൽ മോസസ് മുസ്ലിം ആണെന്നോ അംഗീകരിക്കുന്നോ അല്ല. താങ്കൾക്ക് ആ അഭിപ്രായം ഉണ്ടെങ്കിൽ താങ്കൾ അത് മാറ്റണം. ഇസ്ലാം വിമർശനം നടത്തുന്ന ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിജ്ഞാനം ഉണ്ടാക്കണം എന്നൊരു റിക്വസ്റ്റ് നമ്മൾ മുമ്പോട്ട് വെക്കാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് തന്നെ അന്ത്യപ്രവാചകൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനു മുന്നേ ധാരാളം പ്രവാചകന്മാരും വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിക വിശ്വാസം. അൽ ബഖറയിലെ 126 ആയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ് അവരുടെ സന്താന പരമ്പരകൾ എന്നിവർക്ക് ഇറക്കിക്കൊടുത്തതിലും മൂസായ്ക്കും ഈസായ്ക്കും നൽകിയതിലും മറ്റു പ്രവാചകന്മാർക്ക് തങ്ങളുടെ നാഥനിൽ നിന്ന് അവതരിച്ചവയിലും വിശ്വസിച്ചിരിക്കുന്നു. അവരെല്ലാവർക്കും ഇടയിൽ ഞങ്ങൾ ഒരുവിധ വിവേചനവും കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നവരത്രേ. ഈ ആയത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്, വളരെ ബേസിക് ആയിട്ട് പറയുന്ന കാര്യമാണ്. ഒരു വിശ്വാസി ആവണമെങ്കിൽ അളന്ത് ചെയ്യണം, ഈ പറയുന്ന പ്രവാചകന്മാരിലെല്ലാം വിശ്വസിക്കണം. അതേപോലെ തന്നെ നമുക്ക് 4-ാം അധ്യായം 150-ാം വചനത്തിലും 151-ാമത്തെ വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കും, ഞങ്ങൾ ചിലരെ വിശ്വസിക്കും ചിലരെ വിശ്വസിക്കില്ല എന്ന് പറയരുത്. അങ്ങനെ പറയുന്നവർ അവിശ്വാസികളാണ്. ഇസ്ലാം പറയുന്നത് അങ്ങനെ പ്രവാചകന്മാർക്കിടയിൽ നിങ്ങൾ വിവേചനം കൽപ്പിക്കുകയാണെങ്കിൽ, ഒരാളെ വിശ്വസിക്കുകയും മറ്റൊരാളെ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാൻ നിങ്ങൾ അവിശ്വാസികളാണ്. പിന്നെ രവിചന്ദ്രൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. കാരണം മൂപ്പരെ ഇന്നേ വരെ ഒരു കാര്യം കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട്